ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. യൂണിറ്റ് 5 എക്കോസ് ഫ്രം എ ഫാറിലെ രണ്ടാമത്തെ ചാപ്റ്റർ കേജ്ഡ് ബേർഡ്. കേജ്ഡ് ബേർഡ് എന്ന് പറയുന്നത് ഒരു പോയമാണ്. അപ്പോൾ ഈ പോയത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വിത്ത് മീനിങ്സ്, അതേപോലെ അതിൻ്റെ അപ്രിസിയേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കേജ്ഡ് ബേർഡ് എന്നുള്ള ചാപ്റ്റർ 2 ക്ലാസ്സുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ അപ്രിസിയേഷൻ ഡിസ്കസ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. കേജ്ഡ് ബേർഡാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. A free bird leaps on the back of the wind and floats downstream till the current ends and dips his wing in the orange sun rays and dares to climb the sky. എന്താ പറയണത്? ഒരു ഫ്രീ ബേർഡ്, ഒരു സ്വതന്ത്രമായിട്ടുള്ള ബേർഡ് എന്താണ് ചെയ്യുക? ബാക്ക് ഓഫ് ദ ലീപ്സ് ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ്, കാറ്റിൻ്റെ പിറകിലൂടെ ഇങ്ങനെ ഒഴുകിയിട്ടല്ലേ, ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം, താഴോട്ട് ഇങ്ങനെ ഒഴുകി ടിൽ ദ കറണ്ട്, ആ ഒരു കാറ്റിൻ്റെ ആ ഒരു ഒഴുക്ക് അവസാനിക്കുന്നവരെ അത് പറക്കുന്നു. ആൻഡ് ഡിപ്സ് ഹീസ് വിങ് ഇൻ ദ ഓറഞ്ച് സൺ റേസ് ആൻഡ് ഡെയർസ് ടു ക്ലൈംബ് ദ സ്കൈ. അപ്പം എന്താ പറയണത്? അതേപോലെ തന്നെ ആ ഓറഞ്ച് സൂര്യരശ്മികളുണ്ടല്ലോ, സണ്ണിൻ്റെ ആ ഓറഞ്ച് കിരണങ്ങളിൽ അതിൻ്റെ ചിറക് ഇങ്ങനെ ചിറക് ഡിപ്പ് ചെയ്യണു, മുക്കുന്നു, അല്ലെങ്കിൽ ചിറക് അതിൽ കൊണ്ടേ തട്ടിക്കുന്നു അല്ലേ. ആൻഡ് ഡെയർസ് ടു ക്ലൈംബ് ദ സ്കൈ, ആകാശം കീഴടക്കാൻ അത് ധൈര്യപ്പെടുന്നു. ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള പക്ഷി, ഫ്രീ ബേർഡ്. But a bird that stalks down his narrow cage can seldom see through his bars of rage. His wings are clipped and his feet are tied, so he opens his throat to sing. പക്ഷേ നമ്മളൊരു ബേർഡിനെ എടുക്കൂ, കൂട്ടിൽ ആക്കിയ ഒരു ബേർഡ്, നമ്മൾ പിടിച്ച് കൂട്ടിലിട്ടിരിക്കുന്ന ഒരു ബേർഡ് ആവട്ടെ, ആ ബേർഡിന്, ആ ഒരു പക്ഷിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് വളരെ അപൂർവമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പികൾക്കിടയിലൂടെ ഈ കാര്യങ്ങളൊക്കെ അത് കാണുള്ളൂ അല്ലേ. ഇനി കാണാൻ കഴിയില്ല, അധികപക്ഷം ഇങ്ങനത്തെ ഒന്നും കാണാൻ കഴിയില്ല. പിന്നെന്താ പറയണത്? ഹിസ് വിങ്സ് ആർ ക്ലിപ്പ്ഡ്, അതിൻ്റെ വിങ്സ്, ചിറകുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്, ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ കാലുകൾ കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അത് സോ ഹി ഓപ്പൺസ് ഹിസ് ത്രോട്ട് ടു സിങ്, അപ്പം അങ്ങനെ അത് പാടാൻ അതിൻ്റെ തൊണ്ട തുറക്കുകയാണ് അല്ലേ. The caged bird sings with fearful trill. അപ്പോൾ എന്താണ്? ഫിയർഫുൾ ട്രിൽ ഓഫ് തിങ്സ് അൺനോൺ ബട്ട് ലോങ്ഡ് ഫോർ സ്റ്റിൽ ആൻഡ് ഹിസ് ട്യൂൺ ഈസ് ഹേർഡ് ഓൺ ദ ഡിസ്റ്റന്റ് ഹിൽ ഫോർ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി എന്താണ്? ഫിയർഫുൾ ട്രിൽ ഓഫ് ദി തിങ്സ് അൺനോൺ. എന്താ ചെയ്യണത്? അത് ഒന്നും അറിയില്ല അതിനല്ലേ, അത് അറിയാത്ത കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഭയം, ഇതെല്ലാമാണ് അത് ആ ഒരു പാട്ടിലൂടെ എക്സ്പ്രസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ അത് പാടുന്ന പാട്ട് നമുക്ക് എവിടെ നിന്ന് കേൾക്കാം? ട്യൂൺ ഈസ് ഹേർഡ് ഓൺ ദ ഡിസ്റ്റന്റ് ഹിൽ ഫോർ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. ദൂരെ കുന്നുകളിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് അത് പാടുന്നത്? ഫ്രീഡത്തിന് വേണ്ടിയിട്ടല്ലേ. The free bird thinks of another breeze and the trade wind soft through the sighing trees and the fat worms waiting on the dawn bright lawn and he names the sky his own. But the caged bird stands on the grave of dreams, his shadow shouts on a nightmare scream, his wings are clipped and his feet are tied, so he opens his throat to sing. അതേസമയം ഒരു സ്വതന്ത്രമായിട്ടുള്ള, ഒരു ഫ്രീ ആയിട്ടുള്ള ബേർഡ് ആയിക്കോട്ടെ, അത് അടുത്ത ഒരു കാറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെ, നല്ലൊരു ബ്രീസ് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതേപോലെ ട്രേഡ് വിൻഡുകൾ, ആ കാറ്റുകൾ വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ആ ഒരു കാറ്റ് മരങ്ങളെയൊക്കെ തഴുകി മരങ്ങളിലൂടെ മൃദുവായിട്ട് വരുന്ന കാറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. ആൻഡ് ദ ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ ദ ഡോൺ ബ്രൈറ്റ് ലോൺ, പിന്നെ അതിന് കഴിക്കാനുള്ള അല്ലെ പുഴുക്കൾ, വേംസ്, അത് കൊത്തിത്തിന്നണത് എപ്പോഴും കൊത്തി കഴിക്കുന്നത് എന്തിനായിരിക്കും? ഈ വേംസിനെയാണ്. ആ കൊഴുത്ത പുഴുക്കളെ കുറിച്ച് ചിന്തിക്കുന്നു, പുല്ലിലുണ്ടാവുന്ന പുഴുക്കൾ.
ആ ഒരു പക്ഷി അവന് ആകാശത്തിന് ആകാശം എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് പോണതായിരിക്കും ഒരു ഫ്രീ ബേർഡ്. ആ സ്കൈ എപ്പോഴും ബേർഡ്സിന് സ്വന്തം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫ്രീ ബേർഡ് പറക്കുക അല്ലേ. ആൻഡ് അതേപോലെ തന്നെ കേജ്ഡ് ബേർഡ് ആണെങ്കിലോ, കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയാണെങ്കിലോ, അത് സ്വപ്നങ്ങളുടെ ശവക്കുഴിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ നിഴല് എപ്പോഴും പേടി സ്വപ്നത്തിൻ്റെ നിലവിളിയിൽ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണത്. അതിൻ്റെ ചിറകുകൾ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്, കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. അതിനാൽ അതിന് എന്തേ പറ്റുള്ളൂ? അതിന് പാട്ട് പാടാൻ മാത്രമേ കഴിയുള്ളൂ, അതിന് പറക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ അടുത്തതിൽ പറയുന്നത് കേജ്ഡ് ബേർഡ് സിങ്സ് വിത്ത് എ ഫിയർഫുൾ ട്രിൽ. ഭയത്തോടു കൂടി അത് പാടുന്നു. ഓഫ് ദ തിങ്സ് അൺനോൺ ബട്ട് ലോങ്ഡ് ഫോർ സ്റ്റിൽ ആൻഡ് ഹിസ് ട്യൂൺ ഹീസ് ഹേർഡ് ഓൺ ദ ഡിസ്റ്റന്റ് ഹിൽ. അതിൻ്റെ ട്യൂണുകൾ നമുക്ക് ദൂരെ ദൂരെ കുന്നുകളിൽ നിന്ന് കേൾക്കാം അല്ലേ. അത് ഫ്രീഡത്തിന് വേണ്ടി പാടുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൻ്റെ അപ്രിസിയേഷൻ ഒന്ന് നോക്കാം. മായ ഏഞ്ചലോസ് കേജ്ഡ് ബേർഡ് ഇസ് എ പവർഫുൾ പോയം ദാറ്റ് യൂസസ് ദ എക്സ്റ്റെൻഡഡ് മെറ്റഫോർ ഓഫ് ടു ബേർഡ്സ് ടു എക്സ്പ്ലോർ ദ തീംസ് ഓഫ് ഫ്രീഡം വേഴ്സസ് ഒപ്രഷൻ. രണ്ട് പക്ഷികളുടെ കാര്യം ഇവിടെ പറയണു അല്ലേ. ഒന്ന് ഫ്രീഡമുള്ള പക്ഷിയും ഒന്ന് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയും. ദ ഫ്രീ ബേർഡ് വിത്ത് ദ എബിലിറ്റി ടു ലീപ്പ് ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ് ആൻഡ് ക്ലൈം ദ സ്കൈ. അപ്പോൾ ഒരു സ്വതന്ത്രമായിട്ട് പറക്കുന്ന ഒരു പക്ഷി അത് കാറ്റുകളെ തഴുകുന്നതിനെ കുറിച്ചും ആകാശത്തിലെ അതിൻ്റെ അവകാശത്തിനെ കുറിച്ചും പറയുന്നു. റെപ്രസെൻറ്റ്സ് ദോസ് ഹു എൻജോയ് ലിബർട്ടി ആൻഡ് ഓൾ ഇറ്റ്സ് പ്രിവിലേജസ്. അപ്പോൾ ആ ഫ്രീ ബേർഡ് റെപ്രസെൻറ്റ് ചെയ്യണത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകൾ, അതാണ് കേട്ടോ. ഇൻ കോൺട്രാസ്റ്റ് ടു ദ കേജ്ഡ് ബേർഡ് വിത്ത് ക്ലിപ്ഡ് വിങ്സ് ആൻഡ് ടൈഡ് ഫീറ്റ്. ഇനി നമുക്ക് ആ കേജ്ഡ് ബേർഡ് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയാണെങ്കിലോ അതിൻ്റെ ചിറകുകൾ വെട്ടിയിരിക്കുന്നു, അതിൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. അതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ക്യാൻ സെൽഡം സീ ത്രോ ഹിസ് ബാർസ് ഓഫ് റേജ്. അത് പുറം ലോകത്തെ കാണുന്നത് വളരെ മൈൽഡായിട്ട് ആ കൂട്ടിനകത്തു കൂടെ മാത്രമാണ്. ആൻഡ് ലിവ്സ് എ ലൈഫ് ഓഫ് കൺഫൈൻമെൻറ്റ്. അപ്പോൾ ഒരു തുറങ്കിൽ അടയ്ക്കപ്പെട്ട ഒരു ലൈഫാണ് അത് ജീവിക്കുന്നത്. ദ പോയം സെർവ്സ് എസ് എ പ്രൊഫൗണ്ട് മെറ്റഫർ ഫോർ ദ ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഇൻ അമേരിക്ക ആൻഡ് ഗ്ലോബലി, ഇലസ്ട്രേറ്റിംഗ് ദ എക്സ്പീരിയൻസ് ഓഫ് സിസ്റ്റമിക് ഒപ്രഷൻ ആൻഡ് ദ വേരിയസ് ടാക്ടിക്സ് യൂസ്ഡ് ടു ഡിനൈ ഫ്രീഡം. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടാണ്ട് അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ കറുത്ത വർഗ്ഗക്കാരൊക്കെ ഉണ്ടെന്ന് അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അവിടെ രണ്ട് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ ഫ്രീഡം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിനെയും കൂടെ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഡെസ്പൈറ്റ് ഹിസ് ഫിസിക്കൽ ലിമിറ്റേഷൻ ദ കേജ്ഡ് ബേർഡ് സിങ്സ് of freedom, a fearful thrill of things unknown but longed for still. And this powerful imagery highlights the enduring hope and resilience of oppressed people who continue to voice their desire for liberty even in the face of immense adversity. അപ്പോൾ ഇത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമുണ്ട്, അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു വോയിസ്, അവരുടെ ഒരു ആഗ്രഹമാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഫ്രീ ബേർഡ്സ് കെയർ ഫ്രീ എക്സിസ്റ്റൻസ് ആൻഡ് ദ കേജ്ഡ് ബേർഡ്സ് ഗ്രേവ് ഓഫ് ഡ്രീംസ്. അപ്പോൾ നമ്മളൊരു ഫ്രീ ബേർഡിന് ഒന്നും ചിന്തിക്കേണ്ട അല്ലെ, കെയർ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, ഒന്നിനെയും ചിന്തിക്കാതെ തുറന്ന് പറക്കാൻ കഴിയുന്നു. പക്ഷേ നമ്മളുടെ ഒരു കേജ്ഡ് ബേർഡ് ആണെങ്കിലോ അവരുടെ ആ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ശവക്കുഴിയിൽ അടച്ചതുപോലെയാണ്. ഇഫക്റ്റീവ്ലി കൺവേസ് ദ stark difference between a life of freedom and one of captivity. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഭയങ്കര ഡിഫറൻസ് ആണ്. നമുക്കൊരു സ്വാതന്ത്ര്യമുള്ള ജീവിതവും നമ്മളെ ആരെങ്കിലും പിടിച്ചു വെച്ച് കഴിഞ്ഞാലുള്ള ജീവിതവും രണ്ടും വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണ് അല്ലേ. ദ പോയം ഈസ് എ പോയിഗ്നന്റ് കോൾ ഫോർ യൂണിവേഴ്സൽ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്. അപ്പം നമുക്ക് യൂണിവേഴ്സൽ ഫ്രീഡവും സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെയാണ് ഇതിൽ ശരിക്കും പറയുന്നത്. മായ ഏഞ്ചലും നമ്മളോട് ഇൻഡയറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്ന മെസ്സേജ് അതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.